ബാക്ക് റൂംസ് എന്ന സിനിമയുടെ സ്പോയിലർ ടോക്കാണ്. ഈ സിനിമ കാണാത്ത ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കാണരുത്. കാരണം ഇതിൽ കഥ മൊത്തം പറയുന്നുണ്ട്. ഈ സിനിമ എനിക്ക് ഒരു ആവറേജ് ആയിട്ട് പോകാൻ കാരണം തുടക്കത്തെ നല്ല രീതിയിലങ്ങ് പോയി. അയാളൊരു ബാക്ക് റൂം ഇങ്ങനെ കണ്ടുവെക്കുന്നു. അതിനകത്തേക്ക് പോയി എക്സ്പ്ലോർ ചെയ്യുന്നു. അവിടെ കുറേ പേടിപ്പെടുത്തുന്ന സീൻ. അതിൽ കുറച്ച് ലോജിക്കില്ലാത്ത പരിപാടിയൊക്കെ ഉണ്ട്. 2 അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട് അവരോട് ഒരു ഇറക്കത്തിലേക്ക് അങ്ങ് ഇറങ്ങി പൊക്കോ, ക്യാമറ വെച്ച് അവിടെ എന്താ ഉള്ളതെന്നൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ഇയാൾ പറയുമ്പോൾ അവരങ്ങ് ചെയ്യും. ആ ഒരു അസിസ്റ്റൻ്റായിട്ടുള്ള ആ ഒരു പയ്യൻ ചെയ്യും. ആ പെണ്ണാണെങ്കിൽ പറയും "അയ്യോ പോകണ്ട പോകണ്ട" എന്നൊക്കെ പറയും. പക്ഷേ ഇവൻ കുഴപ്പമില്ല ഞാൻ പോകാമെന്നും പറഞ്ഞ് പുള്ളി അങ്ങോട്ട് പോകും. അത് ആരും ചെയ്യാത്തൊരു കാര്യമാണ്. അങ്ങനെ പോയി ചെയ്തു. പിന്നെ പക്ഷേ അത് മാത്രം ഒരു ലോജിക്കലൊരു പ്രശ്നമുള്ളൂ. ആ ബാക്ക് റൂംസിൻ്റെ സംഗതികളും അവിടുത്തെ ആ ഒരു റൂമുകളുടെ ഒരു ലേഔട്ടും അവിടെ ഉണ്ടാകുന്ന ഹൊറർ അതൊക്കെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ പകുതി എത്തുമ്പോഴാണ് ആ മേരി എന്ന് പറഞ്ഞ ആ ഡോക്ടർ അതിനകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് സിംബോളിക്കായി എന്തൊക്കെയോ സംഗതിയായി മാറി. എനിക്കത് തീരെ അങ്ങ് ഇഷ്ടമായില്ല. അതിൽ കയറി കഴിയുമ്പോൾ ഇയാളുടെ ഇഷ്യൂസ്, ഇയാളുടെ വൈഫ് ഇട്ടിട്ട് പോയത്, ഇയാൾ ആൽക്കഹോളിക് ആയതുകൊണ്ട് ആണ് ഇയാളുടെ വൈഫ് ഇട്ടിട്ട് പോയെന്നൊക്കെ ആദ്യം കാണിക്കുന്നുണ്ട്. അത് ഇതിനകത്ത് വീണ്ടും കൊണ്ടുവന്ന് ഇതിനെപ്പറ്റി കുറേ ചർച്ചയൊക്കെ ചെയ്യുന്നു, എന്തൊക്കെയോ പറയുന്നു. എന്താ ഇതിപ്പോൾ ബാക്ക് റൂംസ് എന്ന് പറഞ്ഞാൽ എന്തോ മെമ്മറീസാണ് അങ്ങനെയൊക്കെ പറയുന്നു. എനിക്കത് ഒട്ടും ദഹിച്ചില്ല. പിന്നെ ലാസ്റ്റ് ഏതോ കോട്ടിട്ട് വന്ന ആളാരാണ് എനിക്കറിയില്ല. കോട്ടിട്ട് വന്നൊരുത്തൻ എന്തൊക്കെയോ കുറേ പറയുന്നു. അയാൾ ബാക്ക് റൂംസിനെ പറ്റി പഠിക്കുന്ന ആളാണ്. ആരാണ് അവിടെ അയാളാണോ ക്യാമറ കൊണ്ടുവന്ന് വെച്ചതെന്നറിയില്ല. ക്യാമറ കൂടെ അയാൾ ഇടയ്ക്ക് നോക്കുന്നൊക്കെ ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ. അവസാനം ഇയാൾ എന്തൊക്കെയോ കുറേ പറയും. ആ പെണ്ണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടോ അത് തന്നെ എനിക്ക് മനസ്സിലാവണില്ല. അവസാനത്തുമ്പോഴത്തേക്കും ഹൊററൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒട്ടും ഫീലായില്ല. ആ ഹൊററൊന്നും അത്രയും ഒരു എഫക്റ്റീവായിട്ട് തോന്നിയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു ആവറേജ് ഫീലാണ്. ഭയങ്കര സിംബോളിക്കായിട്ട് ആ രണ്ടാം പകുതി അങ്ങ് പോയത് തീരെ ഇഷ്ടമായില്ല. ഒരു കംപ്ലീറ്റ് ആവറേജ് ഫിലിം.